കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്കിന്ന് ഗോപികമാരെക്കുറിച്ചും രാസലീലയെക്കുറിച്ചുമൊക്കെ കേൾക്കാം. കാലം കഴിയുന്തോറും ഗോപികമാർക്ക് കൃഷ്ണനോട് സ്നേഹവും ഭക്തിയും വർദ്ധിച്ചു വന്നു. കൃഷ്ണൻ്റെ ഇമ്പമൂറുന്ന വേണുഗാനം ഗോപികമാർക്ക് അമൃതരാഗം പോലെ ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും ദിക്കിൽ ഓടക്കുഴൽ നാദം കേട്ടാൽ ഗോപികമാർ എല്ലാം മറന്ന് ഓടിയെത്തിയിരുന്നു. പലരും ചെയ്തിരുന്ന ജോലികൾ ഇടയ്ക്കു നിർത്തിയിട്ടാണ് കൃഷ്ണൻ്റെ അടുക്കൽ ഓടിയെത്തിയിരുന്നത്. കൃഷ്ണൻ്റെ കാർമുകിൽ നിറത്തിലുള്ള മേനിയും പീലിപ്പൂ ചൂടിയ മണിമുത്തുമാല ചുറ്റിയ തിരുമുടിയും നീലാഞ്ജനമെഴുതിയ നീല കണ്ണുകളും മൃദുല കോമളമായ ചെഞ്ചുണ്ടുകളും ഗോപികമാരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അവർക്ക് കൃഷ്ണനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എപ്പോഴും അവനോട് കുസൃതി കാട്ടുകയും കളിക്കുകയും വേണം. പക്ഷേ ഇതിനൊക്കെ എവിടെ നേരം? അവർക്ക് വീടുകളിൽ പിടിപ്പത് ജോലിയില്ലേ? രാവിലെ തൈരു കടയുകയും പ്രാതലൊരുക്കുകയും ഉച്ചയ്ക്ക് ഊണ് തയ്യാറാക്കുകയുമൊക്കെ ചെയ്യേണ്ടത് ഇവരല്ലേ? പോരെങ്കിലോ അവരുടെ കുട്ടികളെ യമുനയിൽ കൊണ്ടുപോയി കുളിപ്പിക്കണം, വസ്ത്രങ്ങൾ അലക്കണം, ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും ഒക്കെ ശുശ്രൂഷിക്കണം. ഇങ്ങനെ 100 കൂട്ടം ജോലികൾ. എന്നാലും അല്പം സമയം കിട്ടിയാൽ അവരെല്ലാം കൃഷ്ണൻ്റെ അടുക്കൽ ഓടിയെത്തുമായിരുന്നു. 8 വയസ്സ് തികഞ്ഞിട്ടില്ലാത്തവനാണെങ്കിലും കൃഷ്ണൻ അതിമാനുഷനായ കുട്ടിയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മുലപ്പാൽ കുടിക്കുന്ന കാലം മുതൽക്കേ അവൻ്റെ ഓരോ സാഹസകൃത്യങ്ങൾ അവർ കണ്ടതല്ലേ. വിഷപ്പാല് കൊടുത്ത് കൊല്ലാൻ എത്തിയ പൂതന എന്ന രാക്ഷസിയെ കൊന്നതും ശകടാസുരൻ്റെ കഥ കഴിച്ചതും തുടങ്ങി എത്രയെത്ര വീരകൃത്യങ്ങളാണ് കൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. ഇത്തരം സാഹസിക കൃത്യങ്ങൾക്കു ശേഷവും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടാണ് കൃഷ്ണന്. എന്നാൽ ഏതൊരാപത്ത് വന്നാലും തൻ്റെ ശക്തിയും കഴിവുമൊക്കെ കാണിക്കുകയും ചെയ്യും. എങ്കിലും ഇങ്ങനെയുണ്ടോ കുട്ടികൾ? ഗോപികമാർക്ക് കൃഷ്ണനോട് വാത്സല്യവും സ്നേഹവും ഭക്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. കൃഷ്ണനും അവരുടെ സ്നേഹവായ്പിൽ സന്തുഷ്ടനായിരുന്നു. ആവുന്നത്ര അവർക്കൊപ്പം ചേർന്ന് അവരെ സന്തോഷിപ്പിക്കാൻ കൃഷ്ണൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഗോപികമാർ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അത് നീ സാധിച്ചു തരണം. പകൽ സമയത്ത് ഞങ്ങൾക്ക് നിന്നോട് കളിക്കാൻ വേണ്ടത്ര സമയം കിട്ടാറില്ല. വീട്ടുജോലികൾ കാരണം ഒന്നിനും നേരമില്ല. അതുകൊണ്ട് ഒരു നിലാവുള്ള രാത്രി മുഴുവൻ യമുനയുടെ മണൽപ്പരപ്പിൽ നമുക്കൊരുമിച്ച് കളിക്കണം. നീ അതിന് സമ്മതിക്കണം. രാത്രിയിലോ? യമുനയുടെ മണൽപ്പരപ്പിലോ? എന്തോ അതിശയം കേട്ടെന്ന പോലെ കൃഷ്ണൻ ചോദിച്ചു. എന്താ, പേടിയോ? ഗോപികമാർ കൃഷ്ണനോട് ചോദിച്ചു. രാത്രി ഞാൻ വരില്ല, അമ്മ അറിഞ്ഞാൽ തല്ലും. ഇത് കേട്ട് ഗോപികമാർ ചിരിച്ചുകൊണ്ട് കൃഷ്ണനെ കളിയാക്കി. ഓ, അമ്മയുടെ തല്ല് പേടിയുള്ള ഒരു നല്ല കുട്ടി. അതുകൊണ്ടല്ലേ കുളിക്കടവിൽ ചെന്ന് കുളിക്കുന്ന പെൺകുട്ടികളുടെ ചേലകൾ മോഷ്ടിക്കുന്നതും വീടുകളിൽ കയറി വെണ്ണ മോഷ്ടിക്കുന്നതുമൊക്കെ. ഇത് കേട്ട് കൃഷ്ണൻ ചിരിച്ചു, നാണം കലർന്ന കള്ളച്ചിരി. ഓഹോ, ചിരിക്കണ്ട, എല്ലാം നമുക്കറിയാം. ഇത് പറഞ്ഞത് രാധയാണ്. രാധ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അവിചാരിതമായി രാധയുടെ ശബ്ദം കേട്ടപ്പോൾ കൃഷ്ണൻ്റെ കണ്ണുകൾ രാധയുടെ കണ്ണുകളിലുടക്കി. ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. രാധ നാണത്തോടെ നോട്ടം മാറ്റി നിലത്തു പെരുവിരൽ കൊണ്ട് ചിത്രം വരച്ചു നിന്നു. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. ഹേയ് രാധേ, നീ കൃഷ്ണനെ പാട്ടിലാക്കിയല്ലോ, മിടുക്കി. മറ്റു ഗോപികമാർ രാധയെ കളിയാക്കി. രാധ നാണിച്ച് തലകുനിച്ചു. ഇല്ല, ഞങ്ങൾ അങ്ങനെ വിടില്ല. കൃഷ്ണനെ ഞങ്ങൾക്കും വേണം. കൃഷ്ണ, പറയൂ, എന്നാണ് യമുനയുടെ തീരത്ത് രാത്രി നിലാവിൽ നമുക്ക് ഒത്തുചേരാനാവുക? നിങ്ങളുടെ ആഗ്രഹമല്ലേ, അത് നിങ്ങൾ നിശ്ചയിക്കും പോലെ നടക്കട്ടെ. കൃഷ്ണൻ ഗോപികമാർക്ക് അനുവാദം നൽകി. ഗോപികമാർ ആ രാത്രിക്ക് വേണ്ടി വളരെ കൊതിച്ചു. കൃഷ്ണനുമായി യമുനയുടെ മണൽപ്പരപ്പിൽ നല്ല നിലാവുള്ള രാത്രി മുഴുവനും കുസൃതിയും കളിയുമായി കഴിഞ്ഞുകൂടുക, അതേക്കുറിച്ചുള്ള ഓർമ്മ പോലും അവർക്ക് എന്തെന്നില്ലാതെ നിർവൃതി നൽകി. ഒടുവിൽ ആ രാത്രിയും വന്നെത്തി. പീലിത്തിരുമുടി ചാർത്തി മഞ്ഞ പട്ടുടയാടെ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി ഓടക്കുഴലുമേന്തി കൃഷ്ണൻ യമുനയുടെ തീരത്തെത്തി. യമുന സ്വച്ഛമായി ഒഴുകി നീങ്ങുന്നു. മുകളിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശമധ്യത്തിൽ പൂർണ്ണചന്ദ്രൻ ചിരിച്ചു നിൽക്കുന്നു. അതിൻ്റെ പ്രതിബിംബം യമുനയുടെ അഗാധതയിൽ നിഴലിച്ചു നിന്നു. ചെറുതായി മഞ്ഞു പെയ്യുന്ന രാത്രി, അതിൽ ചന്ദ്രൻ്റെ ചെറുമഞ്ഞ പ്രകാശം. കൃഷ്ണൻ യമുനയുടെ തീരത്തെ ഒരു കല്ലിന്മേലിരുന്ന് ആ രാത്രിയുടെ നിതാന്ത ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചു. ഗോപികമാർ ഇനിയും എത്തിയിട്ടില്ല. കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് ഈണത്തിൽ വായിച്ചു. ഉറക്കത്തിലാണ്ടിരുന്ന ആ യമുനാതീരം കൃഷ്ണൻ്റെ വേണുഗാനം കേട്ട് ഉണർന്നുവോ? വേണുഗാനത്തിൻ്റെ
രാഗശ്രുതികൾ പഠിക്കാൻ രാപക്ഷികൾ അവിടെ പറന്നെത്തിയോ ആവോ? കൃഷ്ണൻ ഒന്നും അറിഞ്ഞില്ല. എല്ലാം മറന്ന് ഉറക്കെ ഉറക്കെ വേണുഗാനം ആലപിച്ചു. അധികം കഴിഞ്ഞില്ല, അതാ ഗോപികമാർ പലയിടത്തു നിന്നുമായി ഓടിയെത്തി. പലരും വല്ലാതെ പരിഭ്രാന്തിയിലും ധൃതിയിലുമായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന പണികൾ ഇട്ടെറിഞ്ഞ് പോന്നവരായിരുന്നു അവരിൽ പലരും. അവരുടെ കൈകളിൽ തവിയും കരണ്ടിയുമൊക്കെ ഉണ്ടായിരുന്നു. ചിലർ മുഷിഞ്ഞ അടുക്കള വേഷത്തിലാണ് ഓടിക്കിതച്ചെത്തിയത്. ഭർത്താക്കന്മാരോടൊപ്പം കിടപ്പറയിലായിരുന്നവർ കിടപ്പറ വേഷത്തിലായിരുന്നു. അവർ തന്നെത്താൻ അറിയാതെ വേണുഗാനം കേട്ട ദിക്കിലേക്ക് ഓടുകയായിരുന്നു. അവിടെ കൃഷ്ണൻ്റെ അടുക്കലെത്തിയപ്പോഴാണ് അവർക്ക് തങ്ങളുടെ കോപ്രായങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായത്. അയ്യോ രാധേ, ഇതെന്താ കാലിലിടേണ്ട ചിലങ്കിയല്ലേ നീ കയ്യിലിട്ടിരിക്കുന്നത്? അയ്യേ, നീ എന്താ ഈ കാണിച്ചിരിക്കുന്നേ? അരയിലിടേണ്ട അരഞ്ഞാണത്തെ എടുത്ത് കഴുത്തിലിട്ടിരിക്കുകയാണല്ലോ. അയ്യയ്യേ, നീ ശരിക്കും മറച്ചിട്ടില്ല. ഇങ്ങനെ അവർ അന്യോന്യം കളിയാക്കി. കൃഷ്ണൻ ഇതെല്ലാം കണ്ട് വെറുതെ ചിരിച്ചിരുന്നതേയുള്ളൂ. കൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ ധൃതിയിൽ യമുനാ തീരത്തേക്ക് ഓടിയെത്തതാണല്ലോ അവർ. കൃഷ്ണനെ കണ്ട് ലജ്ജാവിവശരായ അവർ സ്വന്തം വേഷവിധാനങ്ങൾ ശരിയാക്കുകയാണ്. വേഷങ്ങളൊക്കെ ഏതാണ്ട് ശരിയാക്കിയിട്ട് ഗോപികമാർ കൃഷ്ണൻ്റെ അടുക്കൽ ചെന്നു. എല്ലാവരും കൂടി കൃഷ്ണനെ വളഞ്ഞു. കൃഷ്ണനാകട്ടെ ഒന്നും മിണ്ടിയില്ല എന്നു മാത്രമല്ല, വളരെ ഗൗരവത്തിലായിരുന്നു. കൃഷ്ണ, നീ എന്താ ഇങ്ങനെ ഒരു വെറുപ്പോടെ ഇരിക്കുന്നത്? ഗോപികമാർ കൃഷ്ണനോട് ചോദിച്ചു. എങ്ങനെ വെറുപ്പില്ലാതിരിക്കും? സ്വന്തം ഭർത്താക്കന്മാരെ വിട്ട് അന്യപുരുഷൻ്റെ അടുക്കൽ, അതും രാത്രിയിൽ ഒളിച്ചോടി വന്ന നിങ്ങളെ വെറുക്കാതിരിക്കുന്നതെങ്ങനെ? കൃഷ്ണ, നീ എന്താണീ പറയുന്നത്? ആരാണ് ഞങ്ങൾക്ക് അന്യപുരുഷൻ? നീ ഞങ്ങൾക്ക് അന്യനുമല്ല പുരുഷനുമല്ല, ഒരു കളിത്തോഴൻ മാത്രം. ഇല്ല, കുലസ്ത്രീകൾക്ക് യോജിച്ചതല്ല ഇതൊക്കെ. ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അറിയാതെ ഇവിടെ വരരുതായിരുന്നു. നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും സമാധാനിപ്പിക്കുക. നിങ്ങൾ പോവുക. കൃഷ്ണൻ ഗോപികമാരെ നിർബന്ധിച്ചു. എന്നാൽ ഗോപികമാരും വിട്ടില്ല. അവർ പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾ കുലസ്ത്രീകളല്ലെന്നാണോ നീ പറയുന്നത്? ഞങ്ങൾ ആരെയും വഞ്ചിക്കുന്നില്ല, വഞ്ചിച്ചിട്ടുമില്ല. എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം ശാശ്വതമായ ഒന്നിൽ മനസ്സിനെ ഉറപ്പിക്കണമെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? ആ ശാശ്വതമായ ഒന്ന് മനുഷ്യരൂപം ധരിച്ച് ഞങ്ങൾക്കൊപ്പം ജീവിക്കുന്ന നീയാണെന്ന് ഞങ്ങൾ കരുതുന്നു. നിന്നിലൂടെയാണ് മോക്ഷമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് നിന്നോടുണ്ടായ സ്നേഹത്തിന് കാരണം, ഭക്തിപ്രേമത്തിന് ഹേതു. ഈ പ്രേമം ഇന്നലെയോ ഇന്നോ ഉണ്ടായതല്ലെന്ന് നിനക്ക് തന്നെ അറിവുള്ളതല്ലേ? ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ കാത്തുസൂക്ഷിക്കുകയും അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്ന ഭക്തിയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിയിൽ നിന്റെ അടുക്കൽ ഓടിയെത്തിയത്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ജന്മത്തിലെങ്കിലും നീ ഞങ്ങളിൽ പ്രസാദിക്കണം. ഗോപികമാർ കേണപേക്ഷിച്ചു. പക്ഷേ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. ചെറുതായൊന്ന് മന്ദഹസിച്ചു. ഗോപികമാർ ഉത്കണ്ഠയോടെ കൃഷ്ണനെ നോക്കി നിന്നു. പെട്ടെന്നതാ ഒരു മിന്നലാട്ടം. നിറഞ്ഞൊഴുകുന്ന യമുനയിൽ തീ കൊണ്ട് ഒരു വിള്ളലുണ്ടാക്കിയതുപോലെ. നിലാവുള്ള രാത്രിയിൽ തീ കൊണ്ടുള്ള ഒരു വരമാതിരി. ഗോപികമാർ പേടിച്ചരണ്ടു. മുന്നിൽ കൃഷ്ണനില്ല. കൃഷ്ണൻ അപ്രത്യക്ഷനായിരിക്കുന്നു. അയ്യോ കൃഷ്ണ, നീ എവിടെ? കൃഷ്ണ, കൃഷ്ണ, എവിടെ? നീ എവിടെ? യമുനയുടെ മണൽപ്പരപ്പിൽ ഗോപികമാരുടെ നിലവിളി പ്രതിധ്വനിച്ചു. പെട്ടെന്ന് എങ്ങു നിന്നോ മുരളീഗാനത്തിൻ്റെ നേരിയ ശബ്ദം. ഗോപികമാർ നിലവിളി നിർത്തി. ഗോപിഗാനം ശ്രദ്ധിച്ചു. അതെ, കൃഷ്ണൻ്റെ വേണുഗാനം തന്നെ. അവർ കാതുകൂർപ്പിച്ചു. കൃഷ്ണ, നീ എന്തിനാണ് ഇങ്ങനെ കുസൃതി കാട്ടുന്നത്? രാത്രിയാണിപ്പോഴെന്ന് അറിയരുതോ? ഞങ്ങൾക്ക് വല്ലാതെ പേടി തോന്നുന്നു. രാധയാണ് ഗദ്ഗദമായി ഇങ്ങനെ പറഞ്ഞത്. അതാ പെട്ടെന്ന് രാധയുടെ അടുക്കൽ ഓടക്കുഴലുമായി കൃഷ്ണൻ. കൃഷ്ണൻ രാധയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ തോളത്തിട്ടു. എന്നിട്ട് മുരളി വായിച്ചു. ഇത് കണ്ട് മറ്റു ഗോപികമാർ കൃഷ്ണനെ പിടിക്കാൻ ഓടി. അപ്പോഴതാ അവരുടെ ഓരോരുത്തരുടെ അടുത്തും ഓരോ കൃഷ്ണന്മാർ. എല്ലാവർക്കും നടുവിലായി ഓടക്കുഴൽ ഊതിക്കൊണ്ട് മറ്റൊരു കൃഷ്ണനും. ഇരുവശത്തു നിൽക്കുന്ന ഗോപികമാരുടെ കഴുത്തിൽ കൈയിട്ട് ചാഞ്ചാടുകയാണ് കൃഷ്ണൻ. നടുവിലുള്ള കൃഷ്ണൻ്റെ വേണുഗാനത്തിനനുസരിച്ച് മറ്റു കൃഷ്ണന്മാരും ഗോപികമാരും നൃത്തം ചെയ്യുന്നു. നൃത്തത്തിനനുസരിച്ച് കാൽച്ചിലങ്കകളും അരയിലെ കിങ്ങിണിമണികളും കിലുങ്ങുന്നു. നിലാവു പെയ്യുന്ന ചന്ദ്രനും ശാന്തമായി ഒഴുകുന്ന യമുനയും കൃഷ്ണൻ്റെ ഈ ലീലാവിലാസം കണ്ട് പുളകമണിഞ്ഞിട്ടുണ്ടാവണം. കൃഷ്ണൻ്റെ ഈ രാസലീല കാണാൻ ആകാശത്ത് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും അണിനിരന്നു. അവർ കൃഷ്ണൻ്റെ നേർക്ക് സുഗന്ധവും സുഗന്ധപ്പൂക്കളും വിതറി. നാരായണസ്തുതികൾ മുഴക്കി. ഗോപികമാർക്ക് മതിയാവോളം കൃഷ്ണൻ അവർക്കൊപ്പം ആ രാത്രി ചിലവഴിച്ചു. ഗോപികമാർക്ക് ജന്മസാഫല്യം കിട്ടിയ സന്തോഷം. അവർ പ്രഭാതത്തിനു മുമ്പ് യമുനയിൽ കുളിയും കഴിച്ച് അവരവരുടെ വീട്ടുകളിൽ എത്തിച്ചേർന്നു.
കൃഷ്ണൻ്റെ മായയാൽ ഗോപികമാർ വീട് വിട്ടുപോയ കാര്യം മറ്റാരും അറിഞ്ഞിരുന്നില്ല. ഗോപികമാർക്ക് ആ രാത്രി ഒരു സുന്ദര സ്മരണ മാത്രമായി. തന്നോട് ജന്മജന്മാന്തരങ്ങളായി വെച്ചു പുലർത്തുന്ന പ്രേമവാത്സല്യവും ഭക്തിയും കൊണ്ടാണ് കൃഷ്ണൻ ഗോപികമാർക്ക് രാസലീലയ്ക്കായി വഴങ്ങിയത്. ഇതുകൊണ്ട് ഗോപികമാരുടെ സത്സ്വഭാവത്തിനോ പാതിവ്രത്യനിഷ്ഠയ്ക്കോ യാതൊരു കുറവുമുണ്ടായില്ല. പകരം ഗോപികമാർക്ക് ഇതൊരു ജന്മസാഫല്യമായി മാറി, മോക്ഷമാർഗമായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ.